എം.വി. ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ യാത്രയിൽ പി.കെ. ശശി പങ്കെടുക്കില്ല. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മണ്ണാർക്കാട്ട് പരിപാടി. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് പി.കെ. ശശിയുടെ വിശദീകരണം. സാജിദ് അജ്മൽ, സാജിദ്, ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ശശിക്കുണ്ടോ? ഇനി അതല്ലെങ്കിൽ മറ്റെന്താണ് കാരണം? സൈഫുദ്ദീൻ, പി.കെ. ശശിയും CPM-ഉം തമ്മിൽ അകൽച്ചയിലാണ്. അതുതന്നെയാണ് അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ കാരണവും. അദ്ദേഹത്തിന് അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി നമുക്ക് അറിയില്ല. ഇന്ന് എം.വി. ഗോവിന്ദൻ മാഷും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. പി.കെ. ശശിയും പാർട്ടിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ബ്രാഞ്ചിൽ ഇരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. പി.കെ. ശശിയെ അനുനയിപ്പിക്കാനും കൂടെ നിർത്താനും ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹം കൂടുതൽ ഡിമാൻഡുകൾ വെച്ചത് കൊണ്ട് അത് മുന്നോട്ട് പോയില്ല. ഒരുപക്ഷെ അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്തോ ഷൊർണൂരോ മത്സരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ആ രീതിയിൽ സജീവമായി UDF നേതൃത്വം ഈ ചർച്ച നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ പാലക്കാട്ടെ വിമതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരും. അങ്ങനെ നിലവിൽ വന്നാൽ അതിന്റെ പ്രതിനിധിയായി പി.കെ. ശശി സ്വതന്ത്ര UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നില്ല. നാളെയാണ് VD സതീശൻ നയിക്കുന്ന ജാഥ പാലക്കാട് എത്തുന്നത്. പാലക്കാട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെർപ്പളശ്ശേരിയിൽ അദ്ദേഹം പങ്കെടുക്കും എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. അത് ഉണ്ടാകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് അദ്ദേഹം അസുഖബാധിതനാണ് എന്ന് പറഞ്ഞാണ് മാറി നിൽക്കുന്നത്. നാളെ അദ്ദേഹം UDF-ന്റെ ജാഥയിൽ പങ്കെടുക്കുമോ അതോ UDF-ഉമായുള്ള ചർച്ചകളിലും അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തിയില്ലേ എന്നുള്ളതും അറിയേണ്ടതാണ്. നമ്മൾ കോൺഗ്രസിന്റെ പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് പി.കെ. ശശി മത്സരിക്കാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്.